ആ അതെ ചായറാള് ചായറാള് പോണു. ആയുധം വെച്ചുള്ള കളിയാണ്. സിനിമ തുടങ്ങുമ്പോഴല്ലേ അറിയുള്ളൂ. സോ നമ്മളുടെ ഇപ്പോൾ രാവിലെ റെഡിയായി. നാട്ടിലെത്തിയ വീഡിയോ ഒക്കെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടു കാണും. പക്ഷേ എനിക്ക് അതിന് ശേഷം കുറേ വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഹെൽത്തൊക്കെ ഡൗൺ ആയിരുന്നു, പനിയും ഇതൊക്കെ കാരണം. ഓക്കെ, എനിവേസ് അപ്പോൾ നമ്മളിപ്പോൾ റെഡി ചെയ്ത് നിൽക്കുക. ഞാൻ സാരി കൊടുത്ത് നിൽക്കുകയാണ്. ബിക്കോസ് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുണ്ട്, അമ്മമ്മയുടെ വീട്ടിൽ പോകണം, നെന്മാറയ്ക്ക് പോവുകയാണ്. അപ്പം മുന്നേ വ്ളോഗ്സ് കണ്ടവർക്ക് അറിയായിരിക്കും നെന്മാറ വല്ലങ്ങി. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അമ്മമ്മയുടെ വീട് വല്ലങ്ങിയാണ്. സോ അങ്ങോട്ടാണ് പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലക്കാട് പോകാനുണ്ട്. സോ നമ്മളിപ്പോൾ രാവിലെ തന്നെ 8:30 ആവാനായി. അപ്പോൾ വണ്ടി വരും, വണ്ടി വന്നിട്ട് ഇറങ്ങണം. റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇതാ എന്ത് ഓക്കെ. അപ്പോൾ നമുക്കിനി ഇറങ്ങിയിട്ട് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കാണാം. എവിടെ എല്ലാവരും അവിടെ ഹായ് പറ. വ്ളോഗ് വെയിലടിക്കണ്ടല്ലേ? അതെ, വെയിൽ കൊള്ളാതെ. സോ നമ്മൾ പോണ വഴിക്ക് അച്ഛൻ്റെ വീട്ടിൻ്റെ അതേ കൂടെയാണ് പോയത്. വീട് ഇവിടുന്ന് കാണില്ല, ബട്ട് ഇങ്ങനെയാണ് അച്ഛൻ്റെ വീട്ടിൻ്റെ ഭാഗം. പുതിയങ്കം ആലത്തൂരാണ്. ഫുള്ളി അഗ്രഹാരൻ ടൈപ്പാണ് അവിടുത്തെ വീടുകൾ. അവിടെ നിർത്തിയപ്പോൾ ഞാൻ ഒരു കുഞ്ഞു ക്ലിപ്പ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ വഴി അങ്ങനെ പോയി. അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു, അതാണ് ആ വഴി പോയത്. അങ്ങനെ പോയി നമ്മൾ ദേ നെല്ലിക്കുളങ്കര എത്തിയിരിക്കുന്നു. ഇതാണ് നെല്ലിക്കുളങ്കര അമ്പലം കേട്ടോ. സോ ഇതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്. നെല്ലിക്കുളങ്കര ടെമ്പിളിനെ പറ്റിയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് പോയി കണ്ടോളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ അമ്മയുടെ നാടാണ് കേട്ടോ വല്ലങ്ങി. സോ അതിന് അവിടെ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അമ്മമ്മയും മുത്തശ്ശിയൊക്കെ കാണാൻ പോയി. ഇതാണ് എൻ്റെ അമ്മമ്മയും മുത്തശ്ശിയും. പിന്നെ ഇതെൻ്റെ കസിനാണ് കേട്ടോ, അമ്മു, എൻ്റെ അമ്മയുടെ അനിയൻ്റെ മോള്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവരെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ നമ്മൾ പോയത് മലമ്പുഴയ്ക്കാണ്. മലമ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ പോണത് മെയിനായിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. സോ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ അങ്ങനെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സോ ദിസ് ടൈം ഓണത്തിന് എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോയി ഒരു ഗെറ്റ് ടുഗെദർ പോലെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോയതാണ്. സോ മെയിനായിട്ട് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ എൻ്റെ ഓഡിയോ കുറച്ചതിനുള്ള ഇത് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ വരേണ്ടത്. എൻ്റെ കോപ്പിറൈറ്റ് അടിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുന്നത്. സോ ഇവിടെ എന്താ മെയിനായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടാണ്, കളിക്കൂട്ടുകാരനാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ആനന്ദ് മാമ എന്ന് പറയും. സോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ നിങ്ങളെൻ്റെ കോലം കണ്ടാവും, ഞാൻ കമ്മലൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്കത് ചെവി വേദനിച്ചിട്ട്, ഇടയ്ക്കല്ലേ നമ്മൾ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുകയുള്ളൂ വല്ല ഒക്കേഷനോ അല്ലെങ്കിൽ അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ. അത് കാരണം ചെവി വേദനിച്ചിട്ട് അത് ഊരി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിലായി ഇങ്ങനെ പറഞ്ഞു തരും നമ്മൾ എങ്ങോട്ടാ പോണ് ആ കാര്യം തന്നെയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. സോ ഇനിയിപ്പോൾ നമുക്ക് മാമയുടെ വീടെത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയപ്പോൾ കയറുമ്പോൾ തന്നെ ഇതേ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പും കൂടെ ഞാൻ എടുത്തു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ മലമ്പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് ഈ വണ്ടിയിൽ, ബാക്കിയുള്ളവർ വേറൊരു വണ്ടി പിടിച്ച് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. സോ നമുക്കിനി അവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് കേട്ടോ, ആനന്ദ് മാമ, അച്ഛൻ്റെ ഫ്രണ്ട്. സോ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ഇത് കാണാം കേട്ടോ. हम इधर रुके तो कहाँ टिकट लेना पड़ेगा।
അങ്ങനെ ഒരു ഡിസ്കഷന് ശേഷം ഞങ്ങൾ റോപ്പ് വേയിൽ കയറി. പോയതും ഫസ്റ്റ് റോപ്പ് വേയിലാണ് കയറിയത്. അച്ചു ആദ്യമായിട്ടാണ് റോപ്പ് വേയിൽ കയറുന്നത്. സോ കയറുമ്പോൾ ചെറിയൊരു നെർവസ് ആയിരുന്നു അച്ചു. പിന്നെ അത് ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ റെഡി ആയിട്ടോ. ഞാൻ പിന്നെ ഓൾറെഡി നമ്മൾ അൽമാട്ടി പോയ സമയത്ത് ഈ സംഭവത്തിൽ ഇരുന്ന കാരണം ഈ ഹൈറ്റ് എനിക്ക് വലിയ ഒന്നും കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മൾ ആ പോയ ഹൈറ്റ് ഭയങ്കര ഇതായിരുന്നു, ഡെപ്ത്ത് നല്ലോണം ഉണ്ടായിരുന്നു. സോ ഇതിൽ പോകാൻ എനിക്ക് വലിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഹൈറ്റ് അത്രയ്ക്ക് അങ്ങനെ പേടിയുള്ള ഒരാളല്ല ഞാൻ, അത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുന്തോറും വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഇതാണ് മലമ്പുഴയുടെ മേലേന്ന് കാണുന്ന വ്യൂ ഇങ്ങനെ ഉണ്ടാവുക. സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ അതാണ് ഡാം കേട്ടോ, ആ ഭാഗത്താണ് നമ്മുടെ ഇതുള്ളത്. അപ്പോൾ ആദ്യം കൂടിയും കയറി പോകാൻ പറ്റും, അതൊക്കെ കാണാം. ഇതൊരു ഗാർഡനാണ്, ഗാർഡൻ, പിന്നെ റോപ്പ് വേ, പിന്നെ ഹാങ്കിങ് ബ്രിഡ്ജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് മലമ്പുഴയിലൊക്കെ. സോ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നതാണ്. സോ അതാണ് മലമ്പുഴ യക്ഷി അവിടെ കാണുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേലേന്ന് മീൻസ് ആ റിവർ ഇങ്ങനെ വരുന്നതും, പിന്നെ അപ്പുറത്തുള്ള ഹാങ്കിങ് ബ്രിഡ്ജ്, പിന്നെ സൺസെറ്റിൻ്റെ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഓൾറെഡി റോപ്പ് വേയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് വേറെ ഒരു തന്നെയായിരുന്നു. അപ്പോൾ നല്ല രസം. അപ്പോൾ ഹത്തം അതെ ചായറാള്, ചായറാള് പോണു നല്ല ആള്. നമ്മൾ മലമ്പുഴയൊക്കെ പോയി ഇവിടെ എത്തി. ഇപ്പോൾ കുറച്ച് പേര് ഫ്രഷ് ആവാൻ പോയിരിക്കുന്നു, കുറച്ച് പേര് ഇവിടെ കിച്ചണിൻ്റെ പണിയിലാണ്. കാണിച്ചു തരാം. എന്താ പറയാനില്ലേ, എന്താ പറയേ, എന്ത് കഴിയണം, നിങ്ങൾ എന്താ കാണിക്കുന്നേ? കുട്ടി ആയുധം വെച്ചുള്ള കളിയാണ്. വാവോ, എന്താ കോൺസെൻട്രേഷൻ കളയണ്ടേ? നിങ്ങൾ എന്താ കാണിക്കണെന്ന് പറയേ. എന്തുണ്ടാക്കാൻ പോകുന്നു? ഭയങ്കര അരിയലാണല്ലോ. അല്ല എന്താണ്? അതെ, രണ്ടുപേരും എന്തിനുള്ള ഇതാണ്? ഇവിടെ നോണാണ്, ഇത് നോണിലുള്ളതാണ്. ഇറച്ചി ഉണ്ടാക്കണ് നിങ്ങള്? ആരും കേൾക്കാനില്ലല്ലോ ഇതൊന്നും. ഞാൻ നിങ്ങൾ കാണിക്കുന്നതൊക്കെ എടുത്തോണ്ടിരിക്കുക. മാണോ? സോ ഇത് വന്നിട്ട് അവരുടെ വീട്ടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഒരു മല ഇങ്ങനെ കാണാം നമുക്ക് അവരുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു രാവിലത്തെ വ്യൂ. സോ അതിനുശേഷം ഞങ്ങൾക്ക് പോകേണ്ട സമയം ആവാറായി. സോ ഒരു 12 മണിക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ഒന്ന് ലുലുവിൽ ഒന്ന് പോകാനുണ്ടായിരുന്നു, ലുലു പാലക്കാട്. സോ അവിടെയും കൂടെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി കേട്ടോ. സോ വീട്ടിലെത്തി അന്ന് ഈവനിങ് തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ARM സിനിമ കാണാൻ പോയിട്ടുണ്ട്. സോ ഞാൻ, ഏട്ടൻ, എൻ്റെ അനിയൻ അച്ചു. സോ അതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പാണിത്. എന്താ വെച്ചു? അത് സിനിമ തുടങ്ങുമ്പോഴല്ലേ അറിയുള്ളൂ. തുടങ്ങി മോളൊക്കെ തിന്ന. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ അന്ന് രാത്രി വന്നിട്ട് വീഡിയോ എൻഡ് ചെയ്യാൻ മറന്നു. സോ എൻ്റെ
ഞാൻ ഔട്ട്രോ ഇപ്പോഴാണ് എടുക്കണത്. ഓക്കെ, സോ അത്രയും ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു എന്താ പറയുക, ഫൺ ഫിൽഡ് ഒരു ട്രിപ്പായിരുന്നു. മലമ്പുഴ, പിന്നെ അമ്മമ്മ മുത്തശ്ശനൊക്കെ കാണാൻ പോയതും, പിന്നെ അമ്മു, അങ്ങനെ കുറച്ച് ഒരിത്. ഓക്കെ, സോ എല്ലാവർക്കും ഈ ട്രിപ്പ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് വരുന്നത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പ്ലാനും ചെയ്തിട്ടില്ല എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഓക്കെ, സോ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.